ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു റിസപ്ഷന് പോകുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത്. സൺഡേ ആയിരുന്നു റിസപ്ഷൻ. അതിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു മേക്കപ്പ് ലുക്കൊന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ മേക്കപ്പ് ലുക്കും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മേക്കപ്പ് ഇടുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രൈമറൊക്കെ അപ്ലൈ ചെയ്ത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു മേക്കപ്പ് എങ്ങനെ നമ്മൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളും സൺഡേ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക നിർബന്ധമുള്ളൊരു കാര്യമാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കണ്ണൊക്കെ എഴുതി. ഞങ്ങൾ അപ്പർ ലിഡിൽ ഐ ലൈനർ യൂസ് ചെയ്യും, അതുപോലെ വാട്ടർ ലൈനിൽ എപ്പോഴും കാജലാണ് യൂസ് ചെയ്യാറുള്ളത്. ഐ ലൈനർ യൂസ് ചെയ്യാറുണ്ട്, എന്നാലും കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നാറുള്ളത് കൺമഷിയാണ് കേട്ടോ. അപ്പോൾ കൺമഷിയാണ് ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൺമഷി എഴുതിയതിൻ്റെ മുകളിൽ കൂടെ തന്നെ വാട്ടർ ലൈനിൽ ഞങ്ങൾ ഐ ലൈനർ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം കൺമഷി പരന്നു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം അത് സ്പ്രെഡ് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഐ ലൈനർ അതിൻ്റെ മുകളിൽ എഴുതാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും ഫേഷ്യൽ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞങ്ങളിനി ഹെയർ സെറ്റാക്കുകയാണ്. അപ്പോൾ എനിക്കും അവൾക്കും ഹെയർ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എന്നോട് മറന്നു പോയായിരുന്നു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലെങ്തി ഹെയർ ആയിരുന്ന സമയത്ത് കുറച്ച് ഭയങ്കര പാടായിരുന്നല്ലോ ഈ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല സുഖമുണ്ട്. അധികം എന്താ പറയുക പെട്ടെന്ന് തന്നെ ഹെയറൊക്കെ സെറ്റാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞൊരു മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. ഒന്നൊന്ന് വോളിയമൈസ് ചെയ്തത് കാണിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മസ്കാര ഇട്ടത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, അതിനുശേഷം ഞാനും ഇട്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ മേക്കപ്പ് അവിടെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. വലിയ ലുക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക മേക്കപ്പിൻ്റെതായ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട് തോന്നുന്നല്ലേ. അപ്പം ഞാനങ്ങനെ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം നടന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും മാത്രമായിരുന്നു ഇവിടുന്ന് കാക്കൂരേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും അതുപോലെ തന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സും കൂടി കാക്കൂരിൽ നിന്ന് ജോയിൻ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇതാ സ്പോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ജോയിൻ ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ ഫാമിലി കുറച്ച് വലിയ ഫാമിലിയാണ് കേട്ടോ. അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. റിസപ്ഷൻ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഹാളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഹാളിലെത്തി. ഇതാണ് ഹാളിൻ്റെ ഒരു സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ ഹാളിൻ്റെ സറൗണ്ടിങ്സൊക്കെ ലൈറ്റും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഹാളിൽ കയറിയപ്പം കാണുന്നത് ഇവരെല്ലാവരും കൂടി സ്റ്റേജിലിരുന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ്. ഞാൻ കുറച്ചൊക്കെ ഹാള് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഫുഡിലാണെങ്കിൽ ഞങ്ങൾ റൈസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. റൈസും സ്റ്റൂ ഉണ്ട്, പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ, അച്ചാർ, സാലഡും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു. അതിന് പിന്നാലെ ഐസ്ക്രീമും വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് എല്ലാവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോകാനുള്ളൊരു എന്താ പറയുക ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഇതാ ഡ്രൈവറൊക്കെ കയറി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളും കയറി തിരിച്ച് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ NH-ലൂടെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വലിയ ബ്ലോക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഞങ്ങൾ പാട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ലൊരു മൂഡലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും നല്ലൊരു വൈബായിരുന്നു. തിരിച്ച് റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴും നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസൊന്നും കളിക്കാൻ പറ്റിയില്ല, പക്ഷേ പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയതും വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കാക്കൂർ ഇറങ്ങി. ഞാനും അമ്മയും അനിയത്തിയും മാത്രം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.